കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ആ കുഞ്ഞിനെ കാണാനും അതിനെ ഒന്ന് എടുക്കാനും ഒക്കെ വലിയ ആഗ്രഹമായിരിക്കും അല്ലെ? എന്നാൽ യഥാർത്ഥത്തില് ആ ഒരു സമയം കുട്ടിക്ക് എന്താണ് ഏറ്റവും കൂടുതൽ ആവശ്യം എന്നുള്ളതിനെ പറ്റി നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാൻ മറന്നുപോകും. നമസ്കാരം, ഗ്ലോ ആൻഡ് ഗ്രോ സ്റ്റുഡിയോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളിലായിട്ട് നമ്മൾ പ്രഗ്നൻസിയെ പറ്റിയും ഒരു മദറിന്റെ ഇമോഷണൽ വെൽബീയിങ്ങിനെ പറ്റിയിട്ടും ഒരു സ്ത്രീ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ ഹസ്ബൻഡിന്റെ റോൾ എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ടും സംസാരിച്ചിരുന്നു. ഇന്ന് നമ്മൾ എത്തുന്നത് ഒരു കുഞ്ഞിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്കാണ്. ജനനത്തിന് ശേഷമുള്ള ആദ്യത്തെ ദിവസങ്ങൾ. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിലെ എല്ലാവർക്കും വളരെ വലിയ സന്തോഷമായിരിക്കും അല്ലെ? ആ കുഞ്ഞിനെ എടുക്കാനും അതിന്റെ ഫോട്ടോസ് എടുക്കാനും അതിനെ കാണാനും ഒക്കെ ബന്ധുക്കള് എല്ലാവരും ഒക്കെ വരും അല്ലെ? മൊത്തത്തിൽ ഒരു എക്സൈറ്റ്മെന്റ്, ഒരു ഫീൽ ആയിരിക്കും ആ വീട്ടിൽ ഫുള്ളായിട്ട്. പക്ഷെ ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു വലിയ ഒരു മാറ്റമാണ്. അതുവരെ അമ്മയുടെ വയറിലുണ്ടായിരുന്ന ഒരു സുരക്ഷിതമായ ഒരു അന്തരീക്ഷത്തിലിരുന്ന ഒരു കുഞ്ഞ് പെട്ടെന്ന് ശബ്ദങ്ങളിലേക്കും വെളിച്ചത്തിലേക്കും സ്പർശനത്തിലേക്കും ഒക്കെ എത്തിയിരിക്കുന്ന ഒരു സമയമാണിത്. ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മളൊരു സ്ഥലത്ത് വളരെ കംഫർട്ടബിൾ ആയിട്ട് കിടന്നുറങ്ങുമായിരുന്നു. പെട്ടെന്ന് നമ്മളെ അവിടെ നിന്നെടുത്ത് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോഴത്തേന് അവിടെ നല്ല ശബ്ദമാണ്, മറ്റുള്ളവരുടെ ഉച്ചത്തിലുള്ള സംസാരം കേൾക്കുകയാണ്, നല്ല വെളിച്ചം, അങ്ങനെയൊക്കെയാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് നമ്മൾ ആ ഉറക്കത്തിൽ നിന്ന് നമ്മൾ അവിടെ കൊണ്ടെത്തിച്ചപ്പോഴത്തേക്ക് നമുക്ക് അതിലേക്കൊന്ന് അഡ്ജസ്റ്റ് ആയി വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പൊ ഒരു ന്യൂബോൺ ബേബിയെ സംബന്ധിച്ചിടത്തോളം അതിനുണ്ടായത് എത്രത്തോളം വലിയൊരു മാറ്റമാണ്. അതുകൊണ്ടാണ് ഒരു ന്യൂബോൺ ബേബിക്ക് ആദ്യ ദിവസങ്ങളിൽ വളരെ സ്നേഹവും കരുതലും സുരക്ഷിതത്വവും അതുപോലെ ശാന്തവുമായിട്ടുള്ള ഒരു അന്തരീക്ഷം വളരെ പ്രധാനമാണ് എന്ന് പറയുന്നത്. ഒരു ന്യൂബോൺ ബേബിക്ക് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റുകളോ ടോയ്സോ ഒന്നുമല്ല ആദ്യം ആവശ്യമായിട്ടുള്ളത്. ആ കുഞ്ഞിന് ആദ്യം വേണ്ടത് എന്ന് പറയുന്നത് സുരക്ഷിതത്വമായിട്ടുള്ള ഒരു പരിചരണവും നല്ല ഉറക്കവും ഭക്ഷണവും നല്ല ചൂടും അതുപോലെ തന്നെ തന്റെ പാരന്റ്സിന്റെ പ്രസൻസുമാണ് ആ കുട്ടിക്ക് ആദ്യം നമ്മൾ കൊടുക്കേണ്ടത്. കുഞ്ഞ് കരയുമ്പോൾ കരയട്ടെ, അത് ശീലമായിക്കോട്ടെ എന്ന് ചിന്തിക്കാതെ ആ കുട്ടിക്ക് ഇപ്പോൾ ശരിക്കും എന്താണ് ആവശ്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആ കുട്ടി കരയുന്നത് ഉറക്കം വന്നിട്ടാണോ, വിശന്നിട്ടാണോ, ഡയപ്പർ മാറ്റാനായിട്ടാണോ, അല്ലെങ്കിൽ ചൂട് കിട്ടാനാണോ, അതും അല്ലെങ്കിൽ തന്റെ ചില കുട്ടികൾ ഇപ്പം കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെ തന്റെ പാരന്റ്സ് അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ ഒക്കെ എടുക്കുമ്പോൾ ആ സ്പോട്ടിൽ കരച്ചിൽ നിർത്തുന്നത് കാണാം അല്ലെ? ആ ഒരു പ്രസൻസ് ആണോ അവർ ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കി എടുക്കേണ്ടതാണ്. ഒരു കുഞ്ഞ് കരച്ചിലൂടെയാണ് അവരുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ആ ഒരു ടൈമിൽ പാസ് ചെയ്യുന്നത്. ഇവിടെ പാരന്റ്സിനോട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കുഞ്ഞിനെ അധികം എടുത്താൽ സ്പോയിൽഡ് ആകും എന്ന് പേടിക്കുന്ന പലരും ഉണ്ട്. പക്ഷേ ന്യൂബോൺ സ്റ്റേജില് കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്നതും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കുന്നതും ഒന്നും സ്പോയിലിംഗ് ആയി മാറാറില്ല. കുഞ്ഞിന് അവരുടെ ലോകം സേഫ് ആണ് എന്ന് പഠിക്കാൻ സഹായിക്കുന്ന അനുഭവങ്ങളാണ് അതെല്ലാം. അമ്മയും അച്ഛനും ഒക്കെ കുഞ്ഞിന്റെ സിഗ്നൽസ് കണ്ട് അത് മനസ്സിലാക്കുകയും അതിനെ പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പിന്നീട് കുഞ്ഞിന്റെ ഒരു സെക്യൂർ ഒരു അറ്റാച്ച്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് അത് സഹായകമായി മാറുന്നുണ്ട്. അപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ നമ്മൾ ആദ്യം ചോദിക്കേണ്ടത് കുഞ്ഞിനെ എന്തൊക്കെ വാങ്ങിക്കൊടുക്കണം എന്ന് മാത്രമല്ല, അതോടൊപ്പം കുഞ്ഞിനെ എങ്ങനെ സുരക്ഷിതമായ ഒരു ലോകം ഒരുക്കാം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു കുഞ്ഞിന്റെ ആദ്യത്തെ ലോകം എന്ന് പറയുന്നത് ആ കുഞ്ഞിന്റെ വീട് തന്നെയാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഈ യാത്ര കുറച്ചുകൂടി മുന്നോട്ട് പോകാം. ഒരു ന്യൂബോണിനോട് സംസാരിക്കേണ്ട കാര്യമുണ്ടോ, സംസാരിച്ചാൽ തന്നെ അവർക്കത് മനസ്സിലാകുന്നുണ്ടോ എന്നൊരു ടോപ്പിക്കിനെ പറ്റി നമുക്ക് അടുത്ത എപ്പിസോഡിൽ സംസാരിക്കാം. അപ്പൊ എന്താ, ഗ്ലോ ആൻഡ് ഗ്രോ സ്റ്റുഡിയോടൊപ്പം നമുക്ക് ഈ യാത്ര തുടരാം. എന്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.